നമസ്കാരം. ഇന്നത്തെ കേരളത്തിലെ ആചാര സംരക്ഷണ പ്രഖ്യാപനമായി ശബരിമല കർമ്മസമിതിയുടെ അയ്യപ്പ ജ്യോതി. മഞ്ചേശ്വരം മുതൽ കളിയിക്കാവിള വരെ ലക്ഷങ്ങൾ വിളക്കേന്തി ജ്യോതിയുടെ ഭാഗമായി. NSSന്റെയും BJPയുടെയും പിന്തുണയോടെയായിരുന്നു അയ്യപ്പ ജ്യോതി. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിനെതിരെ സമരം ചെയ്യുന്ന അയ്യപ്പ കർമ്മസമിതിയാണ് അയ്യപ്പ ജ്യോതി സംഘടിപ്പിച്ചത്. തെക്ക് സംസ്ഥാന അതിർത്തിയായ കളിയിക്കാവിള മുതൽ വടക്ക് അതിർത്തിയായ മഞ്ചേശ്വരം വരെയായിരുന്നു ജ്യോതി പ്രഖ്യാപിച്ചിരുന്നത്. കളിയിക്കാവിള മുതൽ കന്യാകുമാരി വരെ തമിഴ്നാട്ടിലെ വിശ്വാസികളും മഞ്ചേശ്വരം മുതൽ ഹൊസങ്കടി വരെ കർണാടകത്തിലെ വിശ്വാസികളും ജ്യോതിയുടെ ഭാഗമായി. കൊളത്തൂർ അദ്വൈതാശ്രമത്തിലെ സ്വാമി ചിദാനന്ദപുരി ജ്യോതി സന്ദേശം നൽകി. സുരേഷ് ഗോപി MP, PSC മുൻ ചെയർമാൻ KS രാധാകൃഷ്ണൻ, മുൻ DGP TP സെൻകുമാർ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ വിളക്ക് തെളിയിച്ചു. ചങ്ങനാശ്ശേരിയിൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ ജ്യോതിക്ക് സാക്ഷിയാകാനെത്തി. ടീം ന്യൂസ് 18. അയ്യപ്പ ജ്യോതിയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് സജിത്ത് ഉണ്ട്, കൊച്ചിയിൽ SS ശരണം, മലപ്പുറത്ത് അനുമോദും ചേരുന്നുണ്ട്. സജിത്ത്, തിരുവനന്തപുരത്ത് എത്രത്തോളം വിജയമായിരുന്നു, എത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു അയ്യപ്പ ജ്യോതിക്ക്? വലിയ രീതിയിലുള്ള പങ്കാളിത്തമാണ് ഈ അയ്യപ്പ ജ്യോതി പരിപാടിയെ ശ്രദ്ധേയമാക്കിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ വലിയൊരു പങ്കാളിത്തം സംസ്ഥാനത്തിന്റെ എല്ലായിടങ്ങളിലും കാണാൻ കഴിയുമായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും ആ തരത്തിലുള്ള ഒരു പങ്കാളിത്തത്തിനും സംഘാടനത്തിനും ഇവർ ശ്രമിച്ചിരുന്നു. അത് ആ തരത്തിൽ വിജയം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാം. 6 മണിക്കാണ് അയ്യപ്പ ജ്യോതി ആരംഭിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടി സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. BJPയുടെ പ്രധാന നേതാക്കളെല്ലാവരും അയ്യപ്പ ജ്യോതി തെളിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിന് മുന്നിലാണ്. സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെയൊക്കെ പങ്കാളിത്തം ആ തരത്തിൽ ഇവിടെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി കളിയിക്കാവിളയിൽ ദീപം തെളിച്ചു. ഒപ്പം തന്നെ മുൻ DGP സെൻകുമാർ അദ്ദേഹം കിളിമാനൂരിലാണ് അയ്യപ്പ ജ്യോതി തെളിച്ചത്. ഇത്തരത്തിൽ വളരെ പ്രമുഖരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തികച്ചും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു അയ്യപ്പ ജ്യോതി പരിപാടി സംഘടിപ്പിക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞത്. ആ രീതിയിൽ പ്രവർത്തകരുടെ പങ്കാളിത്തം, വിശ്വാസികളുടെ പങ്കാളിത്തം, അതുകൊണ്ടൊക്കെ തന്നെ വളരെ ശ്രദ്ധേയവും ആ തരത്തിൽ വിജയവുമായിരുന്നു അയ്യപ്പ ജ്യോതി എന്ന പരിപാടി എന്ന് നമുക്ക് പറയേണ്ടി വരും. ശരി സജിത്ത്, കൊച്ചിയിൽ SS ശരൺ ഉണ്ട്. ശരൺ, കൊച്ചിയിൽ എത്രത്തോളം ആളുകൾ എത്തി? അയ്യപ്പ ജ്യോതി അവിടെ പൂർണ്ണമായോ? ധന്യ, തീർച്ചയായിട്ടും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്ക് എറണാകുളം ജില്ലയിൽ കാണാൻ സാധിച്ചത്. എറണാകുളം ജില്ലയിൽ 58 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ അയ്യപ്പ ജ്യോതി തെളിഞ്ഞു വന്നിരുന്നത്. നമുക്കറിയാം, ചിറങ്ങര മുതലാണ് ആരംഭിച്ചത്. ചിറങ്ങരയിൽ നിന്ന് തുടങ്ങി തന്നെ ദേശീയപാതയിലൂടെ കടന്നുപോയി അങ്കമാലിയിലും ഒപ്പം അതിനുശേഷം മൂവാറ്റുപുഴയിലാണ് ജ്യോതി അവസാനിച്ചത്. അത്തരത്തിലൊരു 58 കിലോമീറ്ററിലാണ് അയ്യപ്പ ജ്യോതി തെളിഞ്ഞു വന്നിരുന്നത്. ഏതായാലും വലിയൊരു ജനപങ്കാളിത്തം തന്നെയാണ് നമുക്ക് എറണാകുളം ജില്ലയിൽ കാണാൻ സാധിച്ചത്. ഏകദേശം 1 ലക്ഷത്തോളം പേർ ഇവിടെ അണിനിരന്നിട്ടുണ്ടെന്നുള്ളതാണ് ശബരിമല കർമ്മസമിതി വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മുൻ പ്രധാനപ്പെട്ട ഒരാൾ തിരി തെളിയിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോയത് മുൻ PSCയുടെ മുൻ ചെയർമാൻ KS രാധാകൃഷ്ണനാണ് ഇവിടെ തിരിതെളിയിച്ചത് അങ്കമാലിയിൽ. അതിനുശേഷമാണ് നിരവധി പേർ ഇവിടേക്ക് എത്തി, സ്ത്രീകൾ കുട്ടികളടക്കമുള്ളവർ ഇവിടേക്ക് എത്തി അയ്യപ്പ ജ്യോതിയിൽ പങ്കുചേരുകയും ചെയ്തു. ഏതായാലും ചിരാരിൽ ഇത്തരത്തിൽ മകരജ്യോതി തെളിയിച്ചുകൊണ്ട് തന്നെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഈ അങ്കമാലിയിലടക്കം കടന്നുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു വിജയമായി തന്നെയാണ് ശബരിമല കർമ്മസമിതിയും ഇതിനെ കാണുന്നത്. കാരണം നമുക്കറിയാം, നേരത്തെ ആചാരം അനുഷ്ഠാനങ്ങൾ, അതായത് ശബരിമലയിലെ തന്നെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയ്യപ്പ ജ്യോതി തെളിയിക്കുന്നു എന്നുള്ള കാര്യം ശബരിമല കർമ്മസമിതി വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം തെളിയിച്ചപ്പോൾ തന്നെ വലിയൊരു ജനപങ്കാളിത്തം ഉറപ്പാക്കാനും ശബരിമല കർമ്മസമിതിക്ക് സാധിച്ചിട്ടുണ്ട്.
ശരി, ശരൺ തുടരാമോ? അനുമോദിൽ പോയതിനു ശേഷം തിരിച്ചെത്താം. അനുമോദ്, മലപ്പുറത്ത് എത്തരത്തിലായിരുന്നു സംഘാടന മികവ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടോ? ആളുകളുടെ എത്തിച്ചേരൽ എത്രത്തോളമായിരുന്നു? വലിയ തോതിലുള്ള ജനപങ്കാളിത്തമാണ് മലപ്പുറത്ത് അയ്യപ്പ ജ്യോതിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മലപ്പുറത്തിന്റെ അതിർത്തിയായ ഇടിമുഴക്കലിൽ നിന്നും മലപ്പുറവും തൃശ്ശൂരും അതിർത്തി പങ്കെടുക്കുന്ന കടവല്ലൂർ വരെയാണ് 75 കിലോമീറ്റർ ദൂരമാണ് അയ്യപ്പ ജ്യോതി തെളിയിച്ചത്. 80,000-ലധികം വിശ്വാസികൾ ഈ അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുത്തു എന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. 5 മണിയോടെ തന്നെ പ്രവർത്തകർ പരിപാടിയിലേക്ക് ആളുകൾ എത്തി തുടങ്ങിയിരുന്നു. കൃത്യം 6 മണിക്ക് തന്നെ അയ്യപ്പ ജ്യോതി തെളിയിച്ചു തുടങ്ങി. മലപ്പുറത്തെ ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജ്യോതി തെളിയിക്കൽ ചടങ്ങ് നടന്നത് തേഞ്ഞിപ്പലത്താണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ്. ഇവിടെ ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ഭാസ്കര പിള്ളയാണ് ജ്യോതി തെളിയിച്ചത്. അദ്ദേഹത്തോടൊപ്പം തന്നെ പാലേമാട് രാമകൃഷ്ണാശ്രമത്തിലെ മഠാധിപതി ആത്മസ്വരൂപാനന്ദയും ചേർന്നാണ് ജ്യോതി തെളിയിച്ചത്. അവർ ഇവിടെ ആശംസാ പ്രസംഗം നടത്തുകയും ചെയ്തു. 6:30 വരെയായിരുന്നു അയ്യപ്പ ജ്യോതി ഇവിടെ തെളിയിച്ചുകൊണ്ടിരുന്നത്. പൂർണ്ണമായും വലിയ ജനപങ്കാളിത്തമാണ് മലപ്പുറം ജില്ലയിൽ നമുക്ക് കാണാനായത്. എവിടെ ഒരു ആളുകളുടെ ഒരു കുറവ് ഉണ്ടായിട്ടില്ല എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. വളരെ വിജയകരമായിട്ട് തന്നെ അയ്യപ്പ ജ്യോതി പൂർത്തിയാക്കാനായി എന്ന ആത്മവിശ്വാസത്തിലാണ് മലപ്പുറം ജില്ലയിൽ സംഘാടകർ. ധന്യ. ശരി പ്രമോദ്, സജിത്തിലേക്ക് തന്നെ വീണ്ടും പോകുന്നു. തിരുവനന്തപുരത്ത് സജിത്തെ, പ്രധാനമായും ആരൊക്കെയായിരുന്നു? സുരേഷ് ഗോപിയാണ് കളിക്കാവിളയിൽ ദീപം തെളിയിച്ചത്. മറ്റ് പ്രമുഖർ ആരൊക്കെയായിരുന്നു? പ്രത്യേകിച്ച് ബിജെപിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ബിജെപിയുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ നിരാഹാര പന്തലിന് മുന്നിലായിരുന്നു പ്രധാനമായും നേതാക്കൾ കേന്ദ്രീകരിച്ചത്. ഇവിടെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള, സമരം ഇപ്പോൾ നിരാഹാര സമരം നടത്തുന്ന ശോഭാ സുരേന്ദ്രൻ, O രാജഗോപാൽ MLA തുടങ്ങിയ പ്രധാനപ്പെട്ട ബിജെപിയുടെ നേതാക്കൾ ഇവിടെ ഇതിൽ അയ്യപ്പ ജ്യോതിയിൽ പങ്കാളികളായി എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. മറ്റൊന്ന്, ചലച്ചിത്ര മേഖലയിൽ നിന്നും മേനക, ഒപ്പം തന്നെ ജലജ തുടങ്ങിയ നടിമാരെയൊക്കെ ഇവിടെ പങ്കെടുപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെയാണ് കിളിമാനൂരിൽ TP സെൻകുമാർ, മുൻ DGP, അദ്ദേഹത്തെ ഈ അയ്യപ്പ ജ്യോതി പരിപാടിയുടെ ഭാഗമാക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞു. DGP സെൻകുമാർ പങ്കെടുത്ത കിളിമാനൂരിലാണ്. ഇതിന് പുറമെ കളിയിക്കാവിളയിൽ, കേരളത്തിലെ അയ്യപ്പ ജ്യോതിയുടെ അവസാന പോയിന്റായ കളിയിക്കാവിളയിൽ സുരേഷ് ഗോപിയാണ് അവിടെ ഉദ്ഘാടനം നിർവഹിച്ചതും അവിടുത്തെ പരിപാടികൾക്ക് നേതൃത്വം നൽകിയതും. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ടവരുടെ പങ്കാളിത്തമായിരുന്നു തിരുവനന്തപുരം ജില്ലയിലുള്ളത്. MC റോഡിലൂടെയാണ്, ദേശീയപാതയിൽ നിന്ന് വിട്ട് തിരുവനന്തപുരത്ത് പ്രധാനമായും MC റോഡിലൂടെ കടന്നു വരുന്ന തരത്തിലായിരുന്നു ഈ അയ്യപ്പ ജ്യോതി പരിപാടി പ്രധാനമായും സംഘടിപ്പിച്ചത്. റോഡിന്റെ വശങ്ങളിൽ നിന്നുകൊണ്ട് കൃത്യം 6 മണിക്ക് വിശ്വാസികളെ അണിനിരത്തി, അതിൽ കഴിവതും സ്ത്രീകളെ അണിനിരത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പുരുഷന്മാരടക്കമുള്ളവർ ഈ പരിപാടിയുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ശരണം വിളികളോടെ ദീപം തെളിയിച്ചുകൊണ്ട് ഏകദേശം അരമണിക്കൂറോളം ഭക്തിമുഖരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലായിരുന്നു അയ്യപ്പ ജ്യോതിയുടെ പരിപാടി തിരുവനന്തപുരത്ത് നടന്നു. ശരി സജിത്ത്, കൊച്ചിയിൽ ശരൺ ചേരുന്നു. ശരൺ, കൊച്ചിയിലും പ്രമുഖരെല്ലാം പങ്കെടുത്തിരുന്നു. തിരുവനന്തപുരത്തേതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ മേഖലയിലൊക്കെയുള്ള ആളുകൾ കൊച്ചിയിലും ഉണ്ടായിരുന്നു. തന്നെ അത്തരത്തിലുള്ളൊരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിരുന്നില്ല. കാരണം ചലച്ചിത്ര രംഗത്ത് നിന്നൊന്നും ആരും ഇവിടേക്ക് എത്തിയിരുന്നില്ല. എന്നാൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് അങ്കമാലിയിലെ മുൻ PSC ചെയർമാൻ KS രാധാകൃഷ്ണൻ തന്നെ ഇവിടെ എത്തി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതിനുശേഷം AN രാധാകൃഷ്ണൻ, അതായത് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ അടക്കമുള്ള BJP നേതാക്കൾ ഇവിടേക്ക് എത്തിയിരുന്നു. എന്നാൽ മറ്റ് ചലച്ചിത്ര രംഗമടക്കമുള്ള മേഖലകളിൽ നിന്നും ആരും ഇവിടേക്ക് എത്താത്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും വലിയൊരു ജനപങ്കാളിത്തം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിറങ്ങരയിൽ നിന്ന് ആരംഭിക്കുന്നു. അതിനുശേഷം ദേശീയപാതയിൽ തന്നെ അങ്കമാലി ജംഗ്ഷനിലെത്തുന്നു. അതിനുശേഷം കാലടി, പെരുമ്പാവൂര് വഴി മൂവാറ്റുപുഴ വരെയാണ് ഇത്തരത്തിൽ അയ്യപ്പ ജ്യോതി തെളിഞ്ഞു വന്നിരുന്നത്. സ്ത്രീകൾ, കുട്ടികൾ അടക്കമുള്ളവർ തന്നെ റോഡിൽ അണിനിരുന്നുകൊണ്ട് ചിരാൽ അയ്യപ്പ ജ്യോതി തെളിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. 6 മണി മുതൽ 6:30 വരെയായിരുന്നു, അതായത് അരമണിക്കൂർ നേരമാണ് അയ്യപ്പ ജ്യോതി തെളിഞ്ഞു വന്നിരുന്നത്. ഏതായാലും മറ്റു പ്രമുഖരൊന്നും തന്നെ ഇവിടെ എത്തിയില്ലെങ്കിലും കൂടുതൽ പേർ, അതായത് ജനപങ്കാളിത്തത്തോടു കൂടി തന്നെ ശ്രദ്ധേയമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അയ്യപ്പ ജ്യോതിയിലൂടെ കാണാൻ സാധിച്ചത്. ധന്യ. ശരി, അനുമോദ് മലപ്പുറത്ത് വീണ്ടുമുണ്ട്. അനുമോദ്, മലപ്പുറത്തെ സംബന്ധിച്ച് ആളുകളുടെ എണ്ണത്തിൽ നേരത്തെ കൂടുതലായിരുന്നു, ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് അനുമോദ് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞതുപോലെ വലിയ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ അവിടെ പങ്കെടുക്കുകയുണ്ടായോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, BJPയുടെ നേതൃത്വത്തിൽ ഹിന്ദു സംഘടനകൾ നടത്തുന്നതായതുകൊണ്ട് തന്നെ ഏതെങ്കിലും രാഷ്ട്രീയപരമായുള്ള ഒരു പങ്കെടുക്കൽ, ഒത്തുചേരൽ നടന്നിരുന്നു?
തന്നെ BJPയുടെ ജില്ലാ നേതാക്കൾ മാത്രമാണ് നമുക്ക് ഇതിൽ പങ്കെടുത്ത രാഷ്ട്രീയ പ്രമുഖർ എന്ന് പറയാൻ സാധിക്കുന്നവരുള്ളത്. മറ്റെല്ലാവരും തന്നെ അനുബന്ധ സംഘടനകളുടെ, അതായത് NSSന്റെയും മറ്റ് ഹിന്ദു സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. സംഘാടകർ അവകാശപ്പെടുന്നത് SNDPയുടെ പ്രതിനിധികളും ഈ അയ്യപ്പ ജ്യോതിയിൽ പല ഭാഗത്തായി പങ്കെടുത്തു എന്നുള്ളതാണ്. നമുക്ക് അതിനെക്കുറിച്ച് സ്ഥിരീകരിക്കാനാവില്ല, സംഘാടകരുടെ അവകാശവാദമാണത്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ 75 കിലോമീറ്റർ ദൂരത്തിൽ അണിനിരന്ന അയ്യപ്പ ജ്യോതിയിൽ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വിശ്വാസികളും പങ്കെടുത്തിരുന്നു. കാരണം അയ്യപ്പ ജ്യോതി പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുന്നില്ല. എടപ്പാൾ മുതൽ കടവല്ലൂർ വരെയുള്ള ഭാഗത്ത്, അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വിശ്വാസികളും ഇതിൽ പങ്കെടുത്തിരുന്നു. മലപ്പുറം ജില്ലയിലെ ദേശീയപാതയുടെ, അതായത് ഇടിമുഴിക്കൽ മുതൽ കുറ്റിപ്പുറം വരെ ദേശീയപാതയിലൂടെയാണ് ഈ ജ്യോതി സഞ്ചരിച്ചത്. അതിനുശേഷം കുറ്റിപ്പുറം മുതൽ തൃശ്ശൂർ വരെയുള്ള സംസ്ഥാന പാതയിലൂടെ, അതായത് ജില്ലയുടെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലൂടെയും അയ്യപ്പ ജ്യോതി കടന്നുപോയിട്ടുണ്ട്, അയ്യപ്പ ജ്യോതി തെളിയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തേഞ്ഞിപ്പലം, അതായത് ഇടിമുഴിക്കൽ, തേഞ്ഞിപ്പലം, ചേളാരി, പരപ്പനങ്ങാടി, താനൂർ, തിരൂർ തുടങ്ങി പൊന്നാനി, കുറ്റിപ്പുറം, ആ രീതിയിൽ തന്നെ ജില്ലയിലെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും വിശ്വാസികളെ കൊണ്ട് ജ്യോതി തെളിയിക്കുന്നതിൽ സംഘാടകർ വിജയിച്ചു എന്നാണ് ഈ ഒരു സമയത്ത് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ധന്യ. ശരി അനുമോദ്, അയ്യപ്പ ജ്യോതി തെളിയിച്ചു. വിവിധയിടങ്ങളിൽ വലിയ ജനപങ്കാളിത്തം കൊണ്ട് തന്നെ അയ്യപ്പ ജ്യോതി ശ്രദ്ധേയമായി. ശബരിമല കർമ്മസമിതി നടത്തിയ അയ്യപ്പ ജ്യോതിക്കൊപ്പമല്ല തന്റെ നിലപാടെന്ന് കേരള കോൺഗ്രസ് നേതാവ് R. ബാലകൃഷ്ണപിള്ള. NSSന്റെ നിലപാടിന് വിരുദ്ധമായി മുൻപും തീരുമാനമെടുത്തിട്ടുണ്ടെന്നും ബാലകൃഷ്ണപിള്ള പറഞ്ഞു. കേരള കോൺഗ്രസും NSSുമായിട്ട് ബന്ധത്തിലൊന്നും യാതൊരു കുഴപ്പം വരേണ്ട കാര്യമില്ലല്ലോ. അയ്യപ്പ ജ്യോതി നടത്തുന്നത് ഞങ്ങളല്ല. പരിപാടി ഏതെങ്കിലും സ്പോൺസർ ചെയ്യുന്നത് ആരാണെന്നും ഇവിടെ നോക്കിയാൽ പരിപാടി സഹായിക്കും. ഇതിപ്പോൾ സ്പോൺസർ ചെയ്യുന്നത് BJP ആണ്, RSSുമാണ്. അതിൽ ഞങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങളല്ലാതെ ഇവിടെ കൊടുത്തു. ശരണവഴി. ശബരിമലയിൽ മണ്ഡലപൂജ നാളെ. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് എത്തിച്ച തങ്കയങ്കി ചാർത്തിയായിരുന്നു ഇന്ന് ദീപാരാധന. മണ്ഡലപൂജ നാളെ നടക്കാനിരിക്കെ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് നിന്ന് ML സനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എത്രത്തോളം തിരക്കാണ് ദീപാരാധനയ്ക്ക് ഉണ്ടായിരുന്നത്? ഒരുക്കങ്ങളെല്ലാം, നാളെ മണ്ഡലപൂജയാണ്, ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? സുരക്ഷാ ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ്? ധന്യ, 41 നാൾ നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള മണ്ഡലപൂജ നാളെയാണ്. എന്നാൽ മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് വൈകുന്നേരം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഇത് ചാർത്തിയാണ് ഇന്ന് സന്ധ്യാദീപാരാധന നടന്നത്. സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷമാണ് ഭക്തജനങ്ങളെ ഇപ്പോൾ സന്നിധാനത്തേക്ക് കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല ഭക്തജന തിരക്ക് തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. തങ്കയങ്കി പ്രയാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഭക്തജനങ്ങൾക്ക് സന്നിധാനത്തേക്ക് കടന്നു വരുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിയ ശേഷം മാത്രമാണ് ഭക്തരെ വീണ്ടും കടത്തിവിടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ഒരു നീണ്ട നിര തന്നെ ഇപ്പോൾ അയ്യപ്പനെ, ഈ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പന്റെ സന്ധ്യാ ദീപാരാധന കാണുന്നതിനായി സന്നിധാനത്തേക്ക് എത്തുന്നു. നാളെ ഉച്ചയ്ക്കാണ് തങ്കയങ്കി ചാർത്തിയുള്ള ഉച്ചപൂജ നടക്കുക. ഈ ഉച്ചപൂജയാണ് മണ്ഡലപൂജ എന്ന് പറയുക. ഇതിനുശേഷം രാത്രി ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കുന്നതോടുകൂടിയാണ് 40 നാൾ നീണ്ട മണ്ഡല പൂജയ്ക്ക് മണ്ഡല മഹോത്സവത്തിന് സമാപനമാവുന്നത്. തുടർന്ന് മകരവിളക്ക് മഹോത്സവത്തിനായി ക്ഷേത്രനട തുറക്കും. എന്തായാലും യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ സംഘർഷഭരിതമായ സന്ദർഭങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയ ശേഷമാണ് ഇന്ന് 40 നാൾ നീണ്ട മണ്ഡല മഹോത്സവത്തിന് സമാപ്തിയാവുന്നത്. സമാനമായ രീതിയിലുള്ള സംഭവവാസങ്ങൾ ഇനി മകരവിളക്ക് കാലത്തും ആവർത്തിക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ദേവസ്വം ബോർഡിന്റെ വരുമാന നഷ്ടമടക്കം പല പ്രശ്നങ്ങളിൽ കൂടിയും ദേവസ്വം ബോർഡും കടന്നുപോയ ഒരു വർഷം കൂടിയാണ് ഇത്തവണത്തെ മണ്ഡല മഹോത്സവ കാലം. ധന്യവാദം. ശരി അനീഷ്. സന്നിധാനത്ത് തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു. നാളെയാണ് മണ്ഡല മകരവിളക്ക്. അനീഷ് കുമാറാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ചരിത്രത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചാണ് ശബരിമലയിൽ നാളെ മണ്ഡലപൂജ നടക്കുന്നത്. മുൻ വർഷങ്ങളിൽ താരതമ്യം ചെയ്യുമ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ പറഞ്ഞു. നടവരവിൽ 59 കോടിയുടെ കുറവുണ്ടാവുകയും ചെയ്തു. മണ്ഡലകാലം 39 ദിവസം പിന്നിട്ടപ്പോൾ അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ മുൻവർഷത്തേക്കാൾ വർധനമുണ്ടായെന്നാണ് ദേവസ്വം ബോർഡിന്റെ കണക്ക്. ഇതുവരെ 32 ലക്ഷം തീർത്ഥാടകർ സന്നിധാനത്തെത്തി. മുൻവർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്താൽ കുറവുണ്ടായിട്ടില്ല. തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞില്ലെങ്കിലും വരുമാനം കൂടിയില്ല. ഇതുവരെ ലഭിച്ചത് 105 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 164 കോടിയായിരുന്നു വരുമാനം. 59 കോടിയുടെ കുറവാണ് ഉണ്ടായത്. അപ്പം അരവണ ഇനത്തിലും കാണിക്ക ഇനത്തിലും കുറവുണ്ടായിട്ടുണ്ട്. ഇന്നലെ വരെയുള്ള കണക്ക് നോക്കുമ്പോൾ ഏകദേശം
32 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു, തീർത്ഥാടകർ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ശബരിമലയിൽ എത്തിച്ചേർന്ന ഭക്തജനങ്ങളുടെ എണ്ണം 68 ലക്ഷമാണ്. മകരവിളക്കുത്സവത്തോടെ വരുമാനം കൂടുമെന്നാണ് പ്രതീക്ഷ. കാണിക്കയിടുന്നതിനെതിരെയുണ്ടായ പ്രചരണം നടവരവിനെ ബാധിച്ചുവെന്ന വിലയിരുത്തലിൽ തന്നെയാണ് ദേവസ്വം ബോർഡ്. ശബരിമല ഹൈക്കോടതി നിരീക്ഷക സമിതിയുടെ പ്രവർത്തനം മികച്ച രീതിയിലാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് 18 സന്നിധാനം. വാർത്തകളിലേക്ക്. കാസർഗോഡ് അയ്യപ്പ ജ്യോതി ബസ്സുകൾക്ക് നേരെ കല്ലേറ്. കണ്ണൂർ കാസർഗോഡ് ബസ്സുകൾക്കിടയിലാണ് കല്ലേറുണ്ടായത്. അയ്യപ്പ ജ്യോതി ബസ്സുകൾക്ക് നേരെയാണ് കല്ലെറിഞ്ഞത്. കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിയിലാണ് സംഭവം നടന്നത്. വിപുലീകരിച്ച LDF. ചെറു പാർട്ടികൾക്കായി വാതിൽ മലർക്കെ തുറന്ന് ഇടതുമുന്നണി. 2 പതിറ്റാണ്ടായി ഇടതുമുന്നണിയെ പിന്തുണയ്ക്കുന്ന INL ഉൾപ്പെടെ 4 പാർട്ടികൾക്കാണ് മുന്നണിയിൽ അംഗത്വം നൽകിയത്. ആർ ബാലകൃഷ്ണപിള്ളയും ഫ്രാൻസിസ് ജോർജും നയിക്കുന്ന കേരള കോൺഗ്രസുകളും MP വീരേന്ദ്രകുമാറിന്റെ ലോക് താന്ത്രിക് ജനതാദളും ഇനി ഇടതുമുന്നണിയുടെ ഭാഗമാകും. അന്തരിച്ച CMP നേതാവ് KR അരവിന്ദാക്ഷനൊപ്പം നിന്നിരുന്നവർ ഫെബ്രുവരിയിൽ CPM-ൽ ലയിക്കും. ശബരിമല വിവാദത്തിന്റെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും പശ്ചാത്തലത്തിലാണ് ഇടതുമുന്നണിയുടെ ചടുല നീക്കം. കാലങ്ങളായി മുന്നണി പ്രവേശനത്തിന് കാത്തിരുന്ന 4 പാർട്ടികൾക്ക് ഒറ്റയടിക്ക് പ്രവേശനം നൽകുകയായിരുന്നു. സർക്കാരുമായും CPM-ഉമായും NSS കലഹിച്ചു നിൽക്കുന്നതിനിടെയാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ കേരള കോൺഗ്രസിന് മുന്നണിയിൽ അംഗത്വം ലഭിക്കുന്നത്. 2 പതിറ്റാണ്ടായി മുന്നണി പ്രവേശനത്തിന് കാത്തിരുന്ന INL-നെയും മുന്നണിയുടെ ഭാഗമാക്കി. KM മാണിയോടും PJ ജോസഫിനോടും കലഹിച്ച് കേരള കോൺഗ്രസ് വിട്ട ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസും ഔദ്യോഗികമായി മുന്നണിയുടെ ഭാഗമായി. 4 പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് ലോക് താന്ത്രിക് ജനതാദൾ വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി, INL, ജനാധിപത്യ കേരള കോൺഗ്രസ്, ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് B, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾക്കൊള്ളിക്കുക എന്നതാണ് തീരുമാനം. 4 പാർട്ടികളിൽ INL-നാണ് ഇടതുമുന്നണിയുമായി ഏറ്റവും കൂടുതൽ കാലത്തെ അടുപ്പമുള്ളത്. മുന്നണിയിൽ എടുത്തില്ലെങ്കിലും ഇടതു പിന്തുണയോടെ INL സ്ഥാനാർത്ഥികൾ നിരവധി തവണ മത്സരിച്ചിരുന്നു. ലോക്സഭാ സീറ്റിന്റെ പേരിൽ ഇടതുമുന്നണിയുമായി തെറ്റി UDF-ൽ പോയ വീരേന്ദ്രകുമാറിന്റെ പാർട്ടി മാസങ്ങൾക്ക് മുൻപാണ് മടങ്ങിവന്നത്. UDF-ന്റെയും കേരള കോൺഗ്രസിന്റെയും സ്ഥാപക അംഗമായ ആർ ബാലകൃഷ്ണപിള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് ഇടതുമുന്നണി സഹകരണം തുടങ്ങിയത്. NDA ബന്ധം വിട്ട CK ജാനുവുമായി സഹകരിക്കാനും മുന്നണി തീരുമാനിച്ചു. KR അരവിന്ദാക്ഷനൊപ്പം ഇടതുമുന്നണിയുമായി സഹകരിച്ചിരുന്ന CMP നേതാക്കൾ ഇനി CPM-ൽ ലയിക്കും. ഫെബ്രുവരിയിലാണ് ലയന സമ്മേളനം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടതുമുന്നണിയിൽ പ്രവേശനം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചെറുപാർട്ടികൾ. മന്ത്രിയാകാൻ നല്ല മുന്നണി പ്രവേശനമെന്ന് ആർ ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ചുനിന്നതിന്റെ അംഗീകാരമാണെന്നായിരുന്നു INL-ന്റെ പ്രതികരണം. മുന്നണിയുടെ ഭാഗമായത് രാഷ്ട്രീയ നേട്ടമാണെന്നാണ് ലോക് താന്ത്രിക് ജനതാദളും ജനാധിപത്യ കേരള കോൺഗ്രസും പ്രതികരിച്ചത്. ആശയപരമായി യോജിച്ചു പോകാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് തിരിച്ചുവരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ലോക് താന്ത്രിക് ജനതാദൾ നേതാവും MP-യുമായ MP വീരേന്ദ്രകുമാർ പ്രതികരിച്ചു. സ്ഥാനമാനങ്ങളുടെയൊന്നും പ്രശ്നമല്ല, ആശയപരമായി കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് തിരിച്ചു വന്ന സന്തോഷമുണ്ട്. ഉപാധികളോടെയല്ല LDF-ലെത്തിയതെന്നും വടകര സീറ്റടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യുമെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു. ജനതാദളത്തിൽ ലയിക്കാൻ ആലോചനയില്ല. ഇപ്പോൾ അങ്ങനെ നീക്കില്ല, ഒരു അജണ്ട ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ ദേശീയ തലത്തിൽ ഒന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് മൊത്തത്തിൽ ഗുണം ചെയ്യും. മന്ത്രിയാകാനല്ല മുന്നണി പ്രവേശനമെന്നായിരുന്നു കേരള കോൺഗ്രസ് B നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ പ്രതികരണം. മന്ത്രിയാകാൻ വേണ്ടിയുള്ള ഒരു പണിയായിട്ട് ഈ മുന്നണി പ്രവേശനത്തെ ഞങ്ങൾ കാണുന്നില്ല. കഴിഞ്ഞ 25 വർഷക്കാലം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ചുനിന്നതിന്റെ അംഗീകാരമാണ് മുന്നണി പ്രവേശനമെന്ന് INL സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ്. നിലപാടുകൾക്കുള്ള സത്യസന്ധമായ ആത്മാർത്ഥമായ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ്. സീറ്റ് കിട്ടിയില്ലെങ്കിലും LDF-ൽ ഉൾപ്പെടുത്തിയത് പാർട്ടിക്ക് കരുത്തു പകരുമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു പ്രതികരിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഈ തീരുമാനം ഏറെ സഹായം ചെയ്യും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18.
ഇടതുമുന്നണി തന്നെ അവഗണിച്ചെന്ന് RSP ലെനിനിസ്റ്റ് നേതാവ് കോവൂർ കുഞ്ഞുമോൻ. ഇപ്പോൾ മുന്നണിയിലെടുത്ത പാർട്ടികൾക്കുള്ള ഇടതുപക്ഷ ബന്ധം സംശയത്തിലാണ്. എല്ലാ കാലത്തും ഇടതുമുന്നണിയെ ശക്തിപ്പെടുത്തിയിട്ടുള്ള RSPയെ പൂർണ്ണമായും അവഗണിച്ചു. സംസ്ഥാന സമിതി ഉടൻ ചേർന്ന് ശക്തമായ തീരുമാനമെടുക്കുമെന്നും കോവൂർ കുഞ്ഞുമോൻ ന്യൂസ് 18നോട് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ LDFന്റെ വിപുലീകരണം RSP ലെനിനിസ്റ്റ് സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണ്. ഈ അവഗണന യഥാർത്ഥത്തിൽ ശരിയായ രീതിയിലല്ല. അപ്പോൾ 4-ാം തീയതി ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ല നിലപാടിലേക്ക് പോകും. അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി 4-ാം തീയതി കൂടുകയാണ്. അന്ന് എന്ത് വേണം തീരുമാനിക്കേണ്ടതെന്ന് അന്ന് അവിടെ തന്നെ തീരുമാനിക്കും. ഭരണപരമായി പോലും ഞങ്ങൾക്കൊരു കാര്യം ഇതേവരെ തന്നിട്ടില്ല. എന്നാലും ഞങ്ങൾ ഈ മുന്നണിയെ ശക്തിപ്പെടുത്താനും മുന്നണിയുടെ പ്രവർത്തനത്തോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടുന്ന എല്ലാ പരിപാടികളിലും ഞങ്ങൾ കൃത്യമായി പങ്കെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇന്നത്തെ ലിസ്റ്റ് വായിച്ചപ്പോൾ ഞങ്ങളെ ഒഴിവാക്കിയതിൽ ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട്. ഞങ്ങളെപ്പോലുള്ള ഒരു പാർട്ടി ലെഫ്റ്റ് പാർട്ടിയാണ്. മറ്റ് എടുത്തിട്ടുള്ളവർ ലെഫ്റ്റാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിനോടൊപ്പം എന്നും നിലനിൽട്ടുള്ളത് RSP എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പരിപാടികളിലും ഞങ്ങൾ എല്ലാ തലങ്ങളിലും നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരാണ്, പങ്കെടുക്കുന്നവരുമാണ്. അപ്പോൾ ഞങ്ങളെ സ്വാഭാവികമായും ഒഴിവാക്കിയത് എന്തിൻ്റെ കാരണത്താലാണ് എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. വിലപേശൽ ശേഷിയെല്ലാം നഷ്ടപ്പെട്ട നിലയിലാണ് 4 പാർട്ടികളും ഇപ്പോൾ ഇടതുമുന്നണിയിലേക്ക് എത്തുന്നത്. മന്ത്രിസ്ഥാനമോ ലോക്സഭാ സീറ്റോ ആവശ്യപ്പെടാവുന്ന നിലയിലല്ല മുന്നണിയുടെ ഭാഗമാവുന്ന 4 പാർട്ടികളും. കോഴിക്കോട് ലോക്സഭാ സീറ്റ് കിട്ടാതെ പണ്ട് ഇടതുമുന്നണി വിട്ടതാണ് വീരേന്ദ്രകുമാർ. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ആ പാർട്ടി പോലും പ്രതീക്ഷിക്കുന്നില്ല. UDFിൽ നിന്ന് ദാനമായി കിട്ടിയ രാജ്യസഭാ സീറ്റ് പുതുക്കി നൽകുക മാത്രമാണ് LDF ചെയ്തത്. മുസ്ലിം സംഘടന എന്ന പേരിൽ മുന്നണിയിൽ ചേർക്കാതെ കൊണ്ടുനടന്നപ്പോഴും INL എന്നും ഇടതുപക്ഷത്തായിരുന്നു. 2 പതിറ്റാണ്ട് പടിക്കുപുറത്തു നിന്ന പാർട്ടി എന്ന നിലയിൽ ഏറ്റവും ദുർബലമായാണ് INLും എത്തുന്നത്, ഒന്നും ചോദിക്കാനുള്ള ശേഷിയില്ലാതെ. PJ ജോസഫ് കേരള കോൺഗ്രസ് മാണിയിൽ ലയിച്ചപ്പോൾ ഇടതുമുന്നണി അടർത്തിക്കൊണ്ടുവന്നതാണ് ഫ്രാൻസിസ് ജോർജിനെയും ആന്റണി രാജുവിനെയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്ത സീറ്റിൽ എല്ലാം തോറ്റ പാർട്ടിക്ക് ഇനിയൊന്നും ചോദിക്കാനും അർഹതയില്ല. ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം എന്ന സാധ്യതയിൽ മാത്രമാണ് പ്രതീക്ഷ. KB ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാവുന്ന നിലയിലല്ല ഇപ്പോൾ കേരള കോൺഗ്രസ്. പക്ഷേ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ R ബാലകൃഷ്ണപിള്ള ആ നിർദ്ദേശം ഉയർത്തുക തന്നെ ചെയ്യുമെന്ന് മുന്നണിക്ക് നന്നായി അറിയാം. പുനഃസംഘടന കൊണ്ടുള്ള നേട്ടം ഇടതുമുന്നണിക്കോ ചേരുന്ന പാർട്ടികൾക്കോ? ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ പാർട്ടികൾക്കൊന്നും തൽക്കാലം നേട്ടമില്ല. പക്ഷേ സാമുദായിക രാഷ്ട്രീയത്തിന്റെ കാലത്ത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിലാസങ്ങൾ ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഇടതുമുന്നണി കാണുന്ന നേട്ടം. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. ഇതുവരെ ഉണ്ടായിരുന്ന പിടിവാശി ഉപേക്ഷിച്ചാണ് ഇടതുമുന്നണി സാമുദായിക സംഘടനകൾക്കായി വാതിൽ തുറന്നത്. INLലെ സ്വീകരിക്കാനുള്ള തീരുമാനമാണ് മറ്റു ചെറു പാർട്ടികൾക്കും നേട്ടമായത്. JDSൽ ലയിക്കണമെന്ന ഉപാധി ഒഴിവാക്കിയാണ് MP വീരേന്ദ്രകുമാറിന്റെ പാർട്ടിക്കും ഇപ്പോൾ പ്രവേശനം നൽകിയത്. രാഷ്ട്രീയമായും നയപരമായും ഇതുവരെ പറഞ്ഞിരുന്നതെല്ലാം തിരുത്തിയാണ് ഇടതുമുന്നണിയുടെ പൊടുന്നനെയുള്ള മുന്നണി വിപുലീകരണം. വർഗീയ സംഘടന എന്ന പേരിൽ 2 പതിറ്റാണ്ടിലേറെ മാറ്റി നിർത്തിയിരുന്ന INLനെ സ്വീകരിച്ചത് ഒന്നാമത്തെ തിരുത്ത്. മുന്നണി എക്കാലത്തും ശത്രുപക്ഷത്ത് നിർത്തി ആക്രമിച്ചിരുന്ന R ബാലകൃഷ്ണപിള്ളയെ ഒപ്പം കൂട്ടിയത് 2ാമത്തെ അമ്പരപ്പ്. കരുത്തു തെളിയിക്കും വരെ പുറത്തു നിൽക്കാൻ പറഞ്ഞിരുന്ന ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിക്കും ഒടുവിൽ അംഗത്വം. ഒപ്പം JDSൽ ലയിക്കാതെ മുന്നണിയിൽ എടുക്കില്ലെന്ന് പറഞ്ഞിരുന്ന വീരേന്ദ്രകുമാറിനും വേറെ പാർട്ടിയായി തന്നെ പ്രവേശനം. രാഷ്ട്രീയമായി 3 കാരണങ്ങളാണ് ഇടതുമുന്നണി തീരുമാനത്തിനു പിന്നിൽ. CPMനും സർക്കാരിനുമെതിരെ NSS പോർമുഖം തുറക്കുമ്പോൾ മറുപടി പറയാനുള്ള ചുമതലയാണ് ഇനി R ബാലകൃഷ്ണപിള്ളയ്ക്കും KB ഗണേഷ് കുമാറിനും. 1967 സപ്തകക്ഷി സർക്കാരിന് മുസ്ലിം സംഘടനയെ ഒപ്പം കൂട്ടാത്ത മുന്നണി എന്ന പേരാണ് INLന്റെ വരവോടെ തിരുത്തുന്നത്. ലക്ഷ്യം മലബാർ തന്നെ. പാർട്ടി എന്ന നിലയിൽ ഇനിയും കരുത്തു തെളിയിച്ചിട്ടില്ലെങ്കിലും ഫ്രാൻസിസ് ജോർജും ആന്റണി രാജുവും ഇടതുമുന്നണിക്ക് സഭയിലേക്കുള്ള പാലമാണ്. മുമ്പ് PJ ജോസഫിനോട് പള്ളിയെയും പട്ടക്കാരെയും തള്ളിപ്പറയാൻ EMS നിർദ്ദേശമെങ്കിൽ ഇന്ന് ഉപാധികളൊന്നുമില്ലാതെയാണ് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ വരവ്. അണികളുടെ മനസ്സിൽ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. രാഷ്ട്രീയമായും ഘടനാപരമായും UDFും ഈ മുന്നണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? R കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കാസർഗോഡ് അയ്യപ്പ ജ്യോതി ബസ്സുകൾക്ക് നേരെ കല്ലേറ്. കണ്ണൂർ കാസർഗോഡ് ജില്ലാ അതിർത്തിയായ ആണൂരിലാണ്
3 ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായത്. നിരവധി പേർക്ക് പരിക്കുകളുണ്ട്. കോടോം ബേളൂർ പഞ്ചായത്തിൽ നിന്ന് അയ്യപ്പ ജ്യോതിയിൽ അണിചേരാൻ പോകുന്നവർക്ക് നേരെയാണ് കല്ലേറുണ്ടായത്. ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് RSS നേതാവ് വത്സൻ തില്ലങ്കേരി പറഞ്ഞു. അയ്യപ്പ ജ്യോതിയുടെ പേരിലുള്ള പരിപാടിയെയും ആക്രമിച്ചൊതുക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ അത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തിനാണ് CPM ഇതുപോലെയുള്ള കൊലവിളി നടത്തുന്നത്? എന്തിനാണ് ഇതുപോലെയുള്ള ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ അക്രമങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് അതിൻ്റെ അണികൾ ചിന്തിക്കണം. നേതൃത്വത്തെ ഈ കാര്യം തിരുത്താൻ വേണ്ടി തയ്യാറാകണം. മനു ഭരത് കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. മനു, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഒരുപാട് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ? വത്സൻ തില്ലങ്കേരി പറയുന്നത് CPM ആണ് അക്രമത്തിന് പിന്നിൽ എന്നാണ് വിവരങ്ങൾ. ധന്യ, കണ്ണൂരിന്റെ കാസർഗോഡ് അതിർത്തിയിലും പയ്യന്നൂർ മേഖലയിലുമാണ് സംഘർഷം ഉണ്ടായിട്ടുള്ളത്. പയ്യന്നൂർ പെരുമ്പയിൽ ചില ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. CPM പ്രവർത്തകരാണ് ജ്യോതി തടഞ്ഞ് ആക്രമിച്ചത് എന്നാണ് BJP നേതാക്കൾ ഇവിടെ ആരോപിക്കുന്നത്. കരിവള്ളൂരിൽ ജ്യോതി തെളിയിക്കാൻ വന്നവരെ അടിച്ചോടിച്ചു എന്നാണ് BJPയുടെ ആക്രമണം. അതുപോലെ തന്നെ കണ്ടോത്ത് അയ്യപ്പ ജ്യോതിക്ക് വന്ന പ്രവർത്തകരുടെ വാഹനത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. വെള്ളൂരിൽ ഒരു ബോംബേർ ഉണ്ടായതായി BJP ആരോപിക്കുന്നുണ്ട്. ഈ പയ്യന്നൂരിൽ പെരുമ്പ, കൊയ്ത്തമുക്ക് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും സംഘർഷം ഉണ്ടായത്. ഇവിടെ ഭക്തരുടെ വാഹനങ്ങൾ തടഞ്ഞു എന്നാണ് ആരോപണം. ചെറുവത്തൂരിലും പയ്യന്നൂരിലുമായി ഉള്ള ആശുപത്രികളിൽ ചിലർ ഇത് അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയിട്ടുണ്ട്. 2 പേരുടെ സ്ത്രീകൾക്ക് പരിക്കാണ്. കാര്യമായ പരിക്കുള്ള 2 പേരാണ് ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുള്ളത്. മറ്റാളുകളുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കോടോം ബേളൂർ പഞ്ചായത്തിൽ നിന്ന് വന്നവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി മനു.